തെക്കേ ഇന്ത്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ചെടിയാണ് കനകാംബരം. അവിടെ സാധാരണയായി സ്ത്രീകളുടെ മുടിയിൽ ചൂടാനും മതപരമായ ആചാര ചടങ്ങുകൾക്കും ഏറ്റവും പ്രിയപ്പെട്ട വളരെ സുന്ദരമായ പൂക്കൾ തരുന്ന ചെടിയാണ് കനകാംബരം. ഈ ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കനകാംബരം എന്ന പേര് തമിഴിൽ നിന്നാണ് രൂപപ്പെട്ടത്. മറാഠിയിൽ ഇതിന് ആബോലി എന്നും അറിയപ്പെടുന്നു. ക്രൊസാന്ദ്ര ഇൻഫുണ്ടിബുലി ഫോർമിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടിക്ക് ക്രൊസാന്ദ്ര എന്ന പദം ലഭിച്ചത് ഗ്രീക്ക് പദമായ കൊസോഫ്രിങ്ഡ് ആന്ത്രേ ആന്ത്രേസിൽ നിന്നാണ്. ഇൻഫുണ്ടിബുലി ഫോർമിസ് എന്നാൽ ഫണൽ അല്ലെങ്കിൽ കാഹളം ആകൃതിയിലുള്ളത് എന്നാണ് ലാറ്റിൻ ഭാഷയിലുള്ള അർത്ഥം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലുമുള്ള അക്കാന്തേസി കുടുംബത്തിൽപ്പെട്ട ഈ ചെടി ഫയർ ക്രേക്കർ പുഷ്പം, പടക്ക പുഷ്പം എന്നൊക്കെ അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയും ശ്രീലങ്കയുമാണ് ഇതിന്റെ ജന്മദേശം. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് വളരെയധികം ഉപയോഗിച്ചു വരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരള, കർണാടക എന്നിവിടങ്ങളിൽ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തും കണ്ടുവരുന്നു. ഇതിന്റെ പ്രധാന ഇനങ്ങൾ യെല്ലോ, ഓറഞ്ച്, ലുട്ടിയ യെല്ലോ, ഡൽഹി സബാക്കുലിസ് റെഡ് എന്നിവയാണ്. ഇതിന്റെ പൂക്കളുടെ നിറങ്ങൾ സാധാരണ ഓറഞ്ച് മുതൽ സാൽമൺ ഓറഞ്ച് അല്ലെങ്കിൽ ആപ്രിക്കോട്ട് പവിഴം മുതൽ ചുവപ്പ് വരെയും, മഞ്ഞ, ടർക്കോയ്സ്, നീല മുതലായവ ധാരാളം നിറങ്ങളിൽ കണ്ടുവരുന്നു. ഈ ചെടി നട്ട് ഏകദേശം 2 മാസത്തിനുള്ളിൽ പൂക്കാൻ തുടങ്ങുകയും വർഷം മുഴുവൻ പൂക്കൾ തരികയും ചെയ്യുന്ന ഈ ചെടിയിൽ മഴക്കാലത്ത് മാത്രമാണ് പൂക്കൾ കുറയുന്നത്. ഇതിന്റെ ചെറിയ പൂക്കൾ ഇഴകളായി കെട്ടുന്നു. ചിലപ്പോൾ വെള്ള മുല്ലപ്പൂക്കളോടൊപ്പവും ഇത് ക്ഷേത്രദേവതയ്ക്ക് സമർപ്പിക്കുന്നതിനോ സ്ത്രീകളുടെ മുടി അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന മാലകളായോ ഉപയോഗിക്കുന്നു. ഈ ഉപയോഗങ്ങൾ തന്നെയാണ് ഈ ചെടിയുടെ വ്യാവസായിക വിപണന മൂല്യവും. ഈ ചെടിയിൽ ഔഷധ ഗുണങ്ങളുടെ ധാരാളം സവിശേഷതകളുണ്ട്. അതിനെപ്പറ്റി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഞങ്ങൾ പറയുന്നതാണ്. കനകാംബരം ചെടിക്ക് കുറഞ്ഞത് 10 ഡിഗ്രി സെന്റിഗ്രേഡ് താപനിലയെങ്കിലും ആവശ്യമാണ്. മിതോഷ്ണ പ്രദേശങ്ങളിൽ വളരെ മനോഹരമായ വീട്ടുചെടിയായി നിലത്തോ പോട്ടുകളിലോ ഒക്കെ വളർത്താവുന്നതാണ്. ഈ പൂക്കൾക്ക് മണമില്ല, പക്ഷേ ദിവസങ്ങളോളം പുതുമയോടെ ഇത് നിലനിൽക്കുന്നു. നന്നായി വളരുന്ന ഈ ചെടി വർഷങ്ങളോളം തുടർച്ചയായി പൂക്കുന്നു. ഈ ചെടിയുടെ സവിശേഷമായ മനോഹാരിത കൊണ്ട് റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിറ്റ് അവാർഡും ഇതിന് ലഭിച്ചിട്ടുണ്ട്. 1 മീറ്റർ വരെ ഉയരത്തിൽ നിവർന്നു നിൽക്കുന്ന ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് കനകാംബരം. ഇതിന്റെ ഇലകൾ തിളങ്ങുന്നതും കുന്താകൃതിയിലുള്ള കാണ്ഡത്തിനോടൊപ്പം പരസ്പരം എതിർവശങ്ങളിലായി ക്രമീകരിച്ച നിലയിലാണ് വളർന്നു കാണപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത കൊമ്പുകളുടെ അറ്റത്ത് കുലകളായി വിരിയുന്ന പൂക്കളാണ്. ഈ പൂക്കൾ ട്യൂബുലാർ ആകൃതിയിൽ വന്ന് അറ്റം ഫണൽ ആകൃതിയിലാണ്. പൂക്കൾക്ക് 3 മുതൽ 5 വരെ വ്യത്യസ്തമായ ദളങ്ങളോടുകൂടിയ അസാധാരണമായ ആകൃതിയാണ്. 4 വശങ്ങളുള്ള തണ്ടുകളുടെ സ്പൈക്കുകളിൽ നിന്നാണ് ഇവ വളരുന്നത്. കൂടാതെ 2 സെന്റിമീറ്റർ നീളമുള്ള ട്യൂബ് പോലെയുള്ള തണ്ടുകളുമുണ്ട്. വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഈ ചെടിയിൽ ചൂടുള്ള മാസങ്ങളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നു. ഈ പൂവിൽ നിന്നും ഈ ചെടിയുടെ വിത്തുകൾ ചെറിയ വ്യക്തമല്ലാത്ത ക്യാപ്സൂളുകളായി ഉണ്ടാകുന്നു. ഉയർന്ന ആർദ്രതയോ മഴയോ ഉള്ളപ്പോൾ ഈ ക്യാപ്സൂളുകൾ പൊട്ടി വിത്തുകൾ പുറത്തേക്ക് വരികയും പല ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറുകയും ചെയ്യുന്നു. അതുവഴി പുതിയ ചെടികൾ ഉണ്ടാകുന്നു. കാലാവസ്ഥയെ ആശ്രയിച്ച് പൂർണ്ണ സൂര്യപ്രകാശത്തിലും ഭാഗിക തണലിലും ഈ ചെടി വളരുന്നു. അമിതമായി ചൂടുള്ള പ്രദേശങ്ങളിൽ ഉച്ചതിരിഞ്ഞുള്ള സൂര്യപ്രകാശത്തിൽ നിന്നും ഈ ചെടിക്ക് സംരക്ഷണം നൽകേണ്ടതാണ്. മണ്ണ് സ്ഥിരമായി ഈർപ്പമുള്ളതാക്കുക. വെള്ളം കെട്ടി നിൽക്കാതെ പതിവായി നനയ്ക്കുക. പ്രത്യേകിച്ച് വേനൽക്കാലാവസ്ഥയിൽ പൂവിടുമ്പോൾ. തണുത്ത കാലാവസ്ഥയെ ഈ ചെടി അനുകൂലിക്കുന്നില്ല. ചൂടുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. മഞ്ഞ്, തണുത്ത ഡ്രാഫ്റ്റ് എന്നിവയിൽ നിന്നും ഇതിനെ സംരക്ഷിക്കേണ്ടതാണ്. ഒപ്റ്റിമൽ വളർച്ചയ്ക്ക് ന്യൂട്രൽ pH ലെവലിനേക്കാൾ അല്പം അസിഡിറ്റിയാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. അതായത് 6 മുതൽ 7 വരെയുള്ള pH ശ്രേണിയാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യം. വ്യാവസായിക അടിസ്ഥാനത്തിലോ വീട്ടുചെടിയായോ നിങ്ങൾ ഇത് വളർത്തുകയാണെങ്കിൽ ആരോഗ്യകരമായ വളർച്ചയ്ക്കും സമഗ്രമായ പൂക്കൾക്കും വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. 10ന്റെയോ 20ന്റെയോ അനുപാതത്തിലുള്ള വെള്ളത്തിൽ ലയിക്കുന്ന സമീകൃത വളമായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സ് NPK നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളം വസന്തകാലം മുതൽ ശരത്കാലം വരെ വളരുന്ന സീസണിൽ ഓരോ 4-6 ആഴ്ചയിലൊരിക്കൽ നൽകുക. വളർച്ച കുറവായിരിക്കുന്ന ശൈത്യകാലത്ത് വളപ്രയോഗം ഒഴിവാക്കുക. വളം വെള്ളത്തിൽ നേർപ്പിച്ച് ചെടിയുടെ റൂട്ട് സോണിലേക്ക് നൽകുക. വളം നൽകിയതിനു ശേഷം ചെടിയുടെ ചുവട് നന്നായി നനയ്ക്കുക. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. ചെടികളുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി വളപ്രയോഗം ക്രമീകരിക്കുക. പ്രാഥമിക പോഷകങ്ങളായ
NPK കൂടാതെ ഇരുമ്പ്, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ഇതിന് ആവശ്യമാണ്. അതുകൊണ്ട് ഈ സൂക്ഷ്മ പോഷകങ്ങൾ ഉൾപ്പെടുന്ന ഒരു വളം തിരഞ്ഞെടുക്കുക. അത് ലഭ്യമല്ലെങ്കിൽ ആവശ്യാനുസരണം മൈക്രോ ന്യൂട്രിയന്റുകളും നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ നന്നായി അഴുകിയ ജൈവ വസ്തുക്കളോ ഉപയോഗിക്കാം. കനകാംബരം ചെടിയെ ബാധിക്കുന്ന കീടങ്ങൾ മുഞ്ഞ, ചിലന്തിക്കാശ്, വെള്ളീച്ചകൾ എന്നിവയാണ്. രോഗങ്ങൾ വിഷമഞ്ഞ്, ഇലപ്പുള്ളി, വേരിചീയൽ, ബാക്ടീരിയൽ ഇലപ്പുള്ളി. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. വിത്തുകളിൽ നിന്നോ തണ്ടുകളിൽ നിന്നോ പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഊർജ്ജസ്വലവും ആകർഷകവുമായ പൂക്കൾ കാരണം അലങ്കാര ആവശ്യത്തിനായാണ് ഇത് പ്രധാനമായി കൃഷി ചെയ്യുന്നത്. ഔഷധ ആവശ്യത്തിനായി ഇത് വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആയുർവേദവും സിദ്ധവും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിലും ലോകമെമ്പാടുമുള്ള മറ്റ് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും നിരവധി രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗം ഇന്ത്യയുടെ പരമ്പരാഗത വൈദ്യ സമ്പ്രദായങ്ങളിലാണ്. അതുപോലെ ഇന്ത്യയിലെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ ഇതിന്റെ വൈദ്യഗുണങ്ങളെക്കുറിച്ച് വളരെയധികം ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ ചെടിയുടെ വേരുകൾ, ഇല, തണ്ട് എന്നിവയൊക്കെ വിവിധ രോഗങ്ങൾക്കുള്ള ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതുപോലുള്ള ചെടികളിൽ നടക്കുന്ന ശാസ്ത്രീയ പര്യവേഷണങ്ങൾ അലോപ്പതിയിലും ചില പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിലും പുതിയ ഫോർമുലേഷൻ രൂപപ്പെടുത്താൻ സഹായിക്കും. ഞങ്ങളുടെ ഈ പഠനങ്ങൾ ഓരോ സസ്യത്തിന്റെയും ഔഷധ പ്രാധാന്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ മനുഷ്യ സമൂഹം നോക്കിക്കാണും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പറയുന്നത്. മൗണ്ട് സിനായി യൂണിവേഴ്സിറ്റി ഓഫ് തസ്മിലയിലെ രോഹിത് ഗുണ്ടമരാജ പറയുന്നത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ഔഷധ സസ്യമാണ് കനകാംബരം എന്നും ഈ പ്ലാന്റ് നാടോടി മെഡിസിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനമാണെന്നും അദ്ദേഹം പറയുന്നു. പനി, തലവേദന, അപരിറ്റിക്സ്, വേദന തുടങ്ങി വിവിധ ചികിത്സകൾക്ക് ഇതിന്റെ പുഷ്പത്തിൽ നിന്നെടുക്കുന്ന സത്ത് ഫലപ്രദമാണെന്ന് എലികൾ പോലുള്ള ചില ജീവികളിൽ നടത്തിയ ഗവേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു. പുരാതന കാലം മുതൽ പുരുഷ ലൈംഗിക വൈകല്യങ്ങൾ ചികിത്സിക്കാൻ ഈ ചെടി ഒരു ഔഷധമായി ഉപയോഗിച്ചു വരികയും അതിനെക്കുറിച്ച് ആധുനിക ശാസ്ത്ര ഗവേഷണം നടത്തിയപ്പോൾ ഫലപ്രദമാണെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. മൂത്രനാളത്തിലെ അണുബാധകൾ സംബന്ധിച്ച രോഗങ്ങൾ ചികിത്സിക്കാനും ഈ പൂക്കളുടെ സത്ത് ഫലപ്രദമാണ്. അതിന് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ടാനിൻസിന്റെ ഉയർന്ന സാന്ദ്രതയാണ്. അത് സൂക്ഷ്മാണുക്കൾക്കെതിരെ നല്ല ആന്റിബാക്ടീരിയൽ പ്രവർത്തനങ്ങൾ നടത്തും. പ്രകൃതിദത്തമായ ഫ്ലവനോയിഡുകളും പോളിഫെനോയിഡുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് മികച്ച സൺസ്ക്രീൻ ഏജന്റായി പ്രവർത്തിക്കുന്നു. അത് സൂര്യതാപം മൂലം ചർമ്മത്തിലുണ്ടാകുന്ന അകാല വാർദ്ധക്യത്തെ തടയുന്നു. അതിന് ഇതിന്റെ ഇലകളുടെ സത്ത് ഉപയോഗിക്കാം. ഇലകളുടെയും തണ്ടിന്റെയും സത്ത് ശരീരഭാരം കുറച്ച് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു. ഇതിന്റെ ഇലകളുടെ സത്ത് കീടനാശിനിയായും ക്യാൻസർ പ്രതിരോധത്തിനുള്ള മരുന്നായും പരമ്പരാഗതമായി തന്നെ ഉപയോഗിച്ചു വരുന്നു. ഇലകളുടെ സത്തിന് ആന്തൽമിന്റിക് ഗുണങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചില പരമ്പരാഗത രീതികളിൽ ഇതിന്റെ സത്തിൽ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. സന്ധിവാതം അല്ലെങ്കിൽ ചർമ്മ പ്രകോപനം പോലുള്ള രോഗങ്ങൾ ചികിത്സിക്കാൻ ഇത് ഗുണപ്രദമാണ്. ഇതിന്റെ പൂക്കളിൽ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും ബയോ ആക്റ്റീവ് സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിന് ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നു. അതുവഴി ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ മുറിവുണക്കുന്നതിന് ഇതിന്റെ പൂക്കളുടെ സത്ത് പ്രാദേശികമായി ഉപയോഗിച്ചിരുന്നു. ഈ ചെടിയുടെ സത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ചർമ്മത്തിന്റെ പ്രകോപനങ്ങളെ ശമിപ്പിച്ച് രോഗശാന്തി നൽകുന്നു. ചില പരമ്പരാഗത ചികിത്സകളിൽ ചുമ, ശ്വാസം മുട്ടൽ തുടങ്ങിയ ശ്വസന സംബന്ധമായ രോഗങ്ങൾക്ക് ഇതിന്റെ പൂക്കളുടെ സത്ത് ഉപയോഗിച്ചു വന്നിരുന്നു. ഈ ചെടിയുടെ ബയോ ആക്റ്റീവ് സംവിധാനങ്ങൾക്ക് എക്സ്പെക്ടറന്റ് ബ്രോങ്കോഡിലേറ്റർ ഇഫക്റ്റുകൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ശ്വസനനാളത്തെ ശുദ്ധീകരിക്കുകയും ശ്വാസോച്ഛ്വാസത്തെ ലഘൂകരിക്കാനും സഹായിക്കും. ചില പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ ദഹനക്കേട് അല്ലെങ്കിൽ വയറ്റിലെ അസ്വസ്ഥത, അൾസർ മുതലായ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതിന്റെ പൂവിന്റെ സത്ത് ഉപയോഗിച്ചിരുന്നു. ഇതിന് കാർമിനേറ്റീവ് ഗുണങ്ങൾ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ആയുർവേദത്തിൽ കനകാംബരം എന്ന് പറയുന്ന ഈ ചെടിയെക്കുറിച്ച് പരമ്പരാഗത ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ വ്യാപകമായി പരാമർശിച്ചിട്ടില്ല. എന്നിരുന്നാലും ചില ആയുർവേദ വിദഗ്ധർ ഈ ചെടിയുടെ സവിശേഷതകളെയും പരമ്പരാഗത ഉപയോഗത്തെയും അടിസ്ഥാനമാക്കി ചില ചികിത്സകൾ നടത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പരമ്പരാഗത വൈദ്യ സമ്പ്രദായങ്ങളിൽ പലതും കാലാന്തരത്തിൽ ആയുർവേദത്തിൽ പലയിടത്തും അപ്ലോഡ് ചെയ്തതായി കണ്ടുവരുന്നു. ഇതിന്റെ പൂവിന്
തണുപ്പിക്കൽ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് ശരീരത്തിലെ പിത്തദോഷത്തെ സന്തുലിതമാക്കുന്നതിന് സഹായിക്കും. പിത്തദോഷ ഉപാപചയ പ്രവർത്തനങ്ങൾ, ദഹനം, ശരീര താപനില എന്നിവ ഇത് നിയന്ത്രിക്കും. ഇത് ഔഷധമായി കഴിക്കുന്നതിലൂടെ അധിക പിത്തത്തെ ശമിപ്പിക്കുകയും പിത്ത അസന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട വീക്കം, അസിഡിറ്റി, ചൂടുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ എന്നിവയെയും ലഘൂകരിക്കും. ആയുർവേദത്തിൽ ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മരോഗങ്ങൾ ലഘൂകരിക്കുന്നതിനും തണുപ്പിക്കുന്നതും ശാന്തമാക്കുന്നതുമായ ഗുണങ്ങളുള്ള സസ്യങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയുർവേദ സ്കിൻ കെയർ ഫോർമുലേഷനുകളിൽ ഇതിന്റെ പൂക്കളുടെ എക്സ്ട്രാക്റ്റുകൾ പ്രാദേശികമായി ഉപയോഗിച്ചേക്കാം. പ്രകോപിതമായ അല്ലെങ്കിൽ വീക്കമുള്ള ചർമ്മത്തെ ശമിപ്പിക്കാനും ചുമപ്പ് കുറയ്ക്കാനും ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും അത് സഹായിക്കും. ദഹന സംബന്ധമായ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞതിനാൽ വീണ്ടും എടുത്തു പറയുന്നില്ല. ചില ആയുർവേദ വിദഗ്ധർ ഇതിന്റെ പൂവിന് നേരിയ വിഷാംശം ഇല്ലാതാക്കാനുള്ള കഴിവുണ്ടെന്ന് കരുതുന്നു. ഇത് ശരീരത്തിലെ സ്വാഭാവിക വിഷാംശങ്ങളെ ഇല്ലാതാക്കുന്നു. ഇത് കഴിക്കുകയോ ആയുർവേദ ചികിത്സയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നത് ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിനും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായകമാകും. ആയുർവേദത്തിൽ വ്യാപകമായി പറയുന്ന ഒരു സസ്യമല്ലെങ്കിലും ഇതിന്റെ പരമ്പരാഗത ഉപയോഗവും സാധ്യതയുള്ള ചികിത്സാ ഗുണങ്ങളും ആരോഗ്യത്തിന്റെയും ചികിത്സയുടെയും ആയുർവേദ തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നു. അതുകൊണ്ടാണ് ആയുർവേദവുമായി ബന്ധപ്പെടുത്തി ഇതിന്റെ സവിശേഷമായ ചികിത്സാ പ്രാധാന്യവും ഞങ്ങൾക്ക് എടുത്തു പറയേണ്ടി വന്നത്. ഇതൊക്കെയാണെങ്കിലും ആയുർവേദ ചികിത്സ ആവശ്യത്തിന് നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ ആരോഗ്യ സംബന്ധമായ മറ്റവസ്ഥകളോ ഉണ്ടെങ്കിൽ ഒരു ആയുർവേദ ആരോഗ്യ വിദഗ്ധനുമായി കൂടിയാലോചിച്ചതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. കനകാംബരം ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.